വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു തോരനാണ്. പിണ്ടിയും ചെറുപയറും കൂടെ ചേർത്തുള്ള നല്ല ഒരു അടിപൊളി തോരനാണ്. പിണ്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നല്ല നിറച്ച് ഫൈബറാണ്. അതുപോലെ തന്നെ ചെറുപയറെന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനുമാണ് കേട്ടോ. പിണ്ടി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ചെറുപയർ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണേ. ഈ പിണ്ടി ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനായത് കേട്ടോ. ഇതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു 3 എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോണേ. ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ തോരൻ അരയ്ക്കുന്ന ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പിണ്ടി അരിഞ്ഞതിങ്ങനെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം, പിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമേ, അത് ചൂടാകുമ്പോഴേ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ചെറുപയറിനകത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിണ്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ചെറുപയറും കൂമ്പും കൂടി ഇട്ടുള്ള തോരൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. ചെറുപയർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ ഒരു ഫുഡാണ്. അതുകൊണ്ടാണ് കൂടുതൽ ചെറുപയറൊക്കെ ഉപയോഗിച്ചുള്ള കറികൾ ഞാൻ കാണിച്ച് തരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് എന്നും ഡെയിലി നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ ചെറുപയറോ അല്ലെ വൻപയർ, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ആവുമേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും ഒക്കെ കഴിക്കുമ്പോൾ അത് വളരെ നല്ല ഫുഡായിട്ട് മാറും. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാവേ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു 4 മിനിറ്റ് ആയേ. ഇനി നമുക്കിത് തുറന്ന് നോക്കി നമുക്ക് ഈ ചെറുപയർ വേവിച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചെറുപയറും കൂടി ഇതിനകത്ത് കിടന്നൊന്ന് വേകണം. നല്ല ആ അരപ്പിൻ്റെ ആ ഒരു എരിവും എല്ലാ ചെറുപയറിലും കൂടെ പിടിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ ഒരു 5 വിസിലുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഓരോ കുക്കറിനും വ്യത്യാസം കാണും കേട്ടോ വേവിൻ്റെ കാര്യത്തിൽ. നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാലേ ആ തോരനൊരു കാണാനും ഒരു ഭംഗി കിട്ടത്തുള്ളേ. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. തോരനൊക്കെ വെക്കുമ്പോഴേ നമുക്ക് ഉപ്പ് കൂടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളമൊക്കെ ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ കിടന്നാൽ മതി, നമ്മുടെ തോരൻ റെഡിയാവും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഈ പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കുന്ന താമസമേ ഉള്ളൂ. ചിലർ ഈ പിണ്ടി ഇങ്ങനെ ഈ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട്, ഇപ്പം ചില പിണ്ടികൾക്കൊന്നും അങ്ങനെ വലിയ നാരില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാം, നീളത്തിൽ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് കൊത്തിയിരിക്കുക. അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ആ വെജിറ്റബിൾ കട്ടറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഈ തോരനൊക്കെ കടുക് വറുക്കുമ്പോഴുണ്ടല്ലോ ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകണം കേട്ടോ. നമ്മൾ സ്റ്റൂവിനൊക്കെ ആകുമ്പം ഉള്ളി ബ്രൗൺ കളർ ആകാൻ നിൽക്കത്തില്ല. പക്ഷെ തോരന് ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിത് തോരനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നമ്മുടെ ചെറുപയർ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടില്ലേ, അതുകൊണ്ട് അത് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഫൈബറും പ്രോട്ടീനും കൂടെ അടങ്ങിയ ഒരു തോരനല്ലേ. അപ്പം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.